കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. അതിലേക്ക് കൂടി പോകാം. ഇന്നലെയാണ് കവിയൂർ പൊന്നമ്മയുടെ മരണം സംഭവിച്ചത്. ഇന്നലെ അവിടെ ആശുപത്രിയിൽ കുറച്ച് സമയം പൊതുദർശനം ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ മുതൽ ആലുവയിൽ പൊതുദർശനം. ഒരുപാട് ആളുകൾ തങ്ങളുടെ പ്രിയ താരത്തെ അല്ലെങ്കിൽ മലയാള സിനിമയുടെ പ്രിയ അമ്മയെ അവസാനമായി കാണാൻ അങ്ങോട്ടേക്ക് എത്തി. മോഹൻലാൽ, മമ്മൂട്ടി അടക്കമുള്ള, സുരേഷ് ഗോപി അടക്കമുള്ള മലയാള സിനിമയിലെ ഒട്ടുമിക്ക ആളുകളും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി എന്നതാണ് ഇന്നലെയൊക്കെ നമ്മൾ കുറിപ്പുകളായിട്ടൊക്കെ അവരുടെ കവിയൂർ പൊന്നമ്മ വിട പറയുമ്പോൾ അവരുടെ മനസ്സിൻ്റെ സങ്കടം നമ്മൾ അക്ഷരങ്ങളിലൂടെ അറിഞ്ഞതാണ്. ഇന്നവർ നേരിട്ടെത്തി അവിടെ ആദരവുകൾ അർപ്പിക്കുന്നത് നമ്മൾ കണ്ടു. രാഗിനാണ് നമുക്കൊപ്പം ചേരുന്നത്. രാഗിൻ, ഒരുപാട് ആളുകളെത്തി. ഇപ്പോൾ ഈ സംസ്കാര സമയത്തും അവിടെ ആരൊക്കെ തുടരുന്നുണ്ട്? ചടങ്ങുകൾ ആരംഭിക്കാറായോ? സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കുക. അതിനുള്ള സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വീടിനോട് ചേർന്ന് തന്നെയാണ് ചിത ഒരുക്കിയിരിക്കുന്നത്. കവിയൂർ പൊന്നമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു വീടാണിത്. കാരണം 18 വർഷമായി അവരിവിടെ താമസിക്കുകയാണ്. നേരത്തെ ഇവിടെ ആയിരുന്നില്ല. അതിനുശേഷം ഇവിടേക്ക് മാറുകയായിരുന്നു. ഇവിടെ വീട് വച്ച് താമസിക്കുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി മൃതദേഹം ചിതയിലേക്ക് എടുക്കുകയാണ്. അതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോട് കൂടിയായിരിക്കും സംസ്കാരം നടക്കുക. മറ്റ് സിനിമാ മേഖലയിലെ പ്രമുഖർ ഉൾപ്പെടെയുള്ളവർ നേരത്തെ വീട്ടിലും അതോടൊപ്പം തന്നെ ഈ പൊതുദർശന സ്ഥലത്തുമൊക്കെ എത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ മന്ത്രി പി രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ ശ്രീപീഠം എന്ന് പറയുന്ന വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കവിയൂർ പൊന്നമ്മ പോകുന്നതോടുകൂടി ശ്രീപീഠം എന്ന വീടും ഉറങ്ങും. കാരണം അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 18 വർഷമായി ഇവിടെ താമസിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം അതുല്യ പ്രതിഭ തന്നെയായിരുന്നു കവിയൂർ പൊന്നമ്മ. ബഹുമുഖ പ്രതിഭ എന്ന് തന്നെ പറയാം. ഗായികയായി തുടങ്ങി പിന്നീട് നാടകരംഗത്തേക്ക് വരികയും അതിനുശേഷം 700-ൽ പരം സിനിമകളിൽ വേഷമിടുകയും ചെയ്തു. അതൊരു ചെറിയ കാര്യമല്ല. കാരണം ഒട്ടനവധി ആർട്ടിസ്റ്റുകൾക്കൊപ്പം അഭിനയിച്ച ഒരു അഭിനേത്രി കൂടിയാണ് അവർ. കഴിഞ്ഞ ദിവസമാണ് അവരെ മരണം കവർന്നെടുത്തത്. കഴിഞ്ഞ മെയ്യിലാണ് ഇത്തരത്തിൽ അസുഖം സ്ഥിരീകരിച്ചത്, അർബുദമാണെന്ന് സ്ഥിരീകരിച്ചത്. തുടർന്ന് 3-ാം തീയതി തുടർ ചികിത്സയ്ക്ക് അഡ്മിറ്റ് ചെയ്തു. അതിനുശേഷം വൈകിട്ട് മരണം സംഭവിച്ചു. ഇന്ന് രാവിലെ ഈ പൊതുദർശന ചടങ്ങിലൊക്കെ തന്നെ മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള താരങ്ങളൊക്കെ തന്നെ എത്തിയിരുന്നു. കാരണം പഴയ തലമുറയിൽപ്പെട്ട താരങ്ങൾക്കൊപ്പം അതോടൊപ്പം തന്നെ പുതുതലമുറയിൽപ്പെട്ട താരങ്ങൾക്കൊപ്പമൊക്കെ വേഷമിട്ട ഒരു അഭിനേത്രിയാണ്. പ്രത്യേകിച്ചും അമ്മവേഷങ്ങളിലാണ് കൂടുതൽ തിളങ്ങിയിട്ടുള്ളത്. പ്രത്യേകിച്ചും മോഹൻലാൽ അതോടൊപ്പം തന്നെ മമ്മൂട്ടി എന്നിവരുടെ അമ്മയായി തന്നെ വേഷം ഇട്ട ആ ഒരു കോംബോ, ആ ഒരു കെമിസ്ട്രി മലയാള പ്രേക്ഷകർ ഒന്നടക്കം സ്വീകരിച്ചിരുന്നു. അങ്ങനെ ഏവരുമായി കണക്ട് ചെയ്യപ്പെട്ട, അല്ലെങ്കിൽ മലയാള പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീട്ടിലെ ഒരു കുടുംബാംഗം എന്ന നിലയിൽ തന്നെയാണ് പലരും കവിയൂർ പൊന്നമ്മയെ കണ്ടിരുന്നത്. മലയാളത്തിൻ്റെ ഒരു അമ്മ മുഖമായിരുന്നു, മലയാളത്തിൻ്റെ സിനിമയുടെ ഒരു അമ്മ മുഖമായിരുന്നു കവിയൂർ പൊന്നമ്മ. ആ കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകളിലും നമുക്ക് പല തരത്തിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ നിരവധി മേഖലകളിൽ നിന്നുള്ള ആളുകളെ കാണാൻ കഴിയും. സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരൊക്കെ തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആലുവ കരുമാലൂരിലെ പള്ളിപ്പറമ്പുകാവിലെ ആ വീട്ടിൽ, ശ്രീപീഠം എന്ന് പറയുന്ന വീട്ടിലേക്ക് നിരവധി പേർ ഒഴുകി എത്തുന്നുണ്ട്. ഇപ്പോൾ മറ്റ് കർമ്മങ്ങൾ ഒക്കെ പൂർത്തിയായി വീടിനകത്തുള്ള. അതിനുശേഷം ഇപ്പോൾ ചിതയിലേക്ക് മൃതദേഹം എടുക്കും. ഇവിടെ പോലീസ് അത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. പോലീസ് ഉൾപ്പെടെയുള്ളവർ സജ്ജമായിട്ടുണ്ട്. എന്തായാലും എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി അല്പസമയത്തിനകം തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കും. കവിയൂർ പൊന്നമ്മയുടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ആലുവയിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങ് നടക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഒരുപാട് ആളുകൾ, സിനിമാ രംഗത്തുള്ള ആളുകളൊക്കെ ഒരുപാട് പേർ അങ്ങോട്ടേക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരുന്നു. മമ്മൂട്ടി, മോഹൻലാലും സുരേഷ് ഗോപി അടക്കമുള്ള എല്ലാവരും എത്തി.